അമരപ്പയർ തോരൻ ഉണ്ടാക്കാം. പൊതുവെ നല്ല രുചിയുള്ള ഈ പച്ചക്കറി കടലപ്പരിപ്പ് കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ തോരൻ കഴിക്കാൻ നന്നായിരിക്കും. തീർച്ചയായും ഇഷ്ടമാവും. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമോ? 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം മാത്രം 1 സ്പൂൺ ഉഴുന്ന് ചേർക്കാം. കൂടെ തന്നെ ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും ചേർക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഈ തോരന് രുചി കൂട്ടുന്നതും ഈ കൊച്ചുള്ളിയാണ്. 1 കപ്പ് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് 10 വെളുത്തുള്ളിയും ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി വാടുന്നത് വരെ വഴറ്റാം. ഈ സമയം 100 ഗ്രാം ധാരാളം പോഷക ഗുണങ്ങളുള്ള അമരപ്പയർ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് പയറിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി പാത്രം അടച്ച് ചെറു തീയിൽ കുക്ക് ചെയ്യാം. ഇത് കടലപ്പരിപ്പാണ്. 1/4 കപ്പ് മതിയാവും. ഇതിൻ്റെ കൂടെ 1 നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഈ പരിപ്പ് ഇടയ്ക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. വെന്തിരിക്കുന്ന അമരപ്പയറിലേക്ക് കടലപ്പരിപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ, 1/2 സ്പൂൺ ജീരകവും എരിവിനനുസരിച്ച് മുളക് ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്ത് തോരൻ പാകത്തിനാക്കി ഈ അരപ്പും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി പാത്രം അടച്ച് സ്ലോ ഫയറിൽ സ്റ്റീം ചെയ്താൽ മാത്രം മതി. 10 മിനിറ്റിനകം സ്വാദിഷ്ടമായ തോരൻ റെഡിയായി.